ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ടാണ്. ചപ്പാത്തി കഴിച്ച് മടുത്തവർക്കും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യന്റിനും ഒക്കെ കഴിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ പുട്ടാണിത്. നമ്മൾ ഉണ്ടാക്കുന്ന അരിപ്പുട്ടിനേക്കാൾ വളരെ സോഫ്റ്റ് ആണിത്. തണുത്ത് കഴിഞ്ഞാൽ പോലും ഇതിന്റെ സോഫ്റ്റ്നെസ് വിട്ടുമാറാതെയാണ് ഇരിക്കുന്നത്. അതിനുള്ള 2 ടിപ്സ് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാനൊരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് സിമ്മിലിട്ട് നമുക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ടിപ്പ്. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. മാത്രമല്ല ആ പൊടിയുടെ ഒരു പച്ച ചൊവയുണ്ടല്ലോ അത് മാറി കിട്ടുകയും ചെയ്യും. വളരെ സിമ്മിലിട്ടുകൊണ്ട് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന്റെ കളർ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല. നന്നായിട്ട് ആ പൊടി വറുത്ത നല്ലൊരു മണം വരും. അന്നേരം തന്നെ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ പൊടിയുടെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നമുക്ക് ഇങ്ങനെ നേരിട്ട് പൊടിക്കകത്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് ആ വെള്ളം ചേർത്ത് നനച്ചു കൊടുത്താലും മതി. അപ്പൊ ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കണം. ഇതിനകത്ത് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പൊടിയുടെ അനുസരിച്ചായിരിക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആശീർവാദിന്റെ ആട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ പുട്ടുപൊടി നനയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ നേരിട്ട് ഈ പൊടിക്കകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തളിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പൊടി നനച്ചെടുക്കാൻ. ഞാനിവിടെ എടുത്തേക്കുന്നത് നോർമൽ വെള്ളമാണ്, ചൂടുവെള്ളം ഒന്നുമല്ല. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നനച്ചെടുക്കാം. ഈ പൊടി എല്ലാം ഒന്നും വെള്ളത്തിൽ നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് പച്ചപ്പൊടിയൊക്കെ ഇരിക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണിത്. നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ കിട്ടണം. ഇതുപോലെ ഒന്ന് നനച്ചെടുത്താൽ മതി. പച്ചപ്പൊടി ഒന്നും ഇരുന്നാൽ യാതൊരു കുഴപ്പമില്ല. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചേക്കുന്നതിൽ നിന്നും കുറച്ച് പൊടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമ്മളൊന്ന് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. വെളിച്ചെണ്ണയ്ക്ക് പകരം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം മിക്സി ഓൺ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, വീണ്ടും ജസ്റ്റ് മിക്സി ഒന്ന് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അങ്ങനെ 1-2 വട്ടം ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ പച്ചപ്പൊടി ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ പച്ചപ്പൊടി എല്ലാം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ചേർന്ന് നല്ല പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ ഇതുപോലൊന്ന് അടിച്ചെടുത്ത് വരാം. ഇനി പുട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുട്ടുകുറ്റി എടുക്കാം. പുട്ടുകുറ്റി എടുത്തിട്ട് ആദ്യം തന്നെ അതിലേക്ക് ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലിടാതെ ആരും പുട്ടുണ്ടാക്കരുത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറേശ്ശെ പൊടി എടുത്തിട്ട് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടി എടുക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് എടുക്കരുത്. ഇതുപോലെ പതുക്കെ എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ചെയ്യാവൂ. അതുപോലെ പുട്ടുകുറ്റിക്കകത്ത് ഒരുപാട് നിറച്ചു കൊടുക്കരുത്, കുത്തി നിറച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഇതുപോലെ ഇട്ട് കൊടുക്കുക ചെയ്യാവൂ. ഞാനിതിന്റെ നടുക്കും തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചുകൂടി പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് ടോപ്പിലും കുറച്ച് തേങ്ങ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ആവിയിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പുട്ടുകുടത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുട്ടുകുറ്റി ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഒരു 5 മിനിറ്റ് മാത്രം മതി. ഒരു ആവി വന്നാൽ മാത്രം മതി. ഇപ്പൊ നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു മണമാണ്. വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും കൂടെ നല്ലൊരു മണമാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും അതുപോലെ സോഫ്റ്റുമായിട്ടുള്ള
പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കടലക്കറിയുടെ കൂടെയും പയറുകറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ പുട്ടും പഴവും പപ്പടവും എല്ലാം കൂടെ നല്ലതുപോലെ പൊടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം. അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.